രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, സർക്കാർ ഒരു തെറ്റ് തിരുത്തുകയാണെങ്കിൽ അങ്ങനെ കരുതാം, അങ്ങനെ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ. ഇപ്പോൾ ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? നിങ്ങൾക്ക് സർക്കാർ നിലപാട് തിരുത്തണമെന്നതായിരുന്നില്ലേ ആഗ്രഹം? അവിടെയാണ് ഞങ്ങൾക്ക് സാധാരണ വിശ്വാസികൾക്ക് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. CPM സർക്കാർ തെറ്റായ നിലപാട് തിരുത്തി ശരിയായ നിലപാടിലേക്ക് വരികയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ആര് തെറ്റായ നിലപാടിൽ നിന്ന് ശരിയായ നിലപാടിലേക്ക് വന്നാലും സ്വീകരിക്കും. രണ്ട് വളരെ പണ്ഡിതരായ 4 പേരാണ് ഇരിക്കുന്നത്. അപ്പോൾ നിയമത്തിന്റെ പോയിന്റ് മൂന്നാമത് പറയാം. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ യാതൊരു ക്ലാരിറ്റി കുറവും ഉണ്ടാകാത്ത രീതിയിൽ വളരെ പച്ചയ്ക്ക് പറയാം. ഇത് AD 2026 ആണ്. AD 3000 ആണെങ്കിലും AD 4000 ആണെങ്കിലും ശബരിമല യുവതികൾ കയറില്ല. ആരെന്ത് തീരുമാനം എവിടെ എടുത്താലും കയറില്ല. അതിന് യാതൊരു സംശയവും ഇനി 1000 വർഷം കഴിഞ്ഞാലും പറഞ്ഞോട്ടെ തീർന്നില്ല. വിധി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കയറിയോ? അതായത് എവിടെ കയറി? അത് ഇൻഫിൽട്രേഷൻ വരുന്നതല്ലേ. ആ നുഴഞ്ഞു കയറ്റത്തിന് പരിഹാരക്രിയ ചെയ്ത് നട അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇന്ത്യൻ പട്ടാളം മറുപടി പറയണ്ടേ? താങ്കൾക്ക് മറുപടി കേൾക്കണ്ടേ? രണ്ട്, ഇന്ത്യയിൽ പരമോന്നതമായി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഈ അവകാശം ഞങ്ങൾക്ക് തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നത്. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർ തീവ്ര ഫെമിനിസ്റ്റ് വ്യാഖ്യാനം വഴി ആർട്ടിക്കിൾ 25ന്റെയും 26ന്റെയും 14ന്റെയും ഒക്കെ ഡെലിക്കേറ്റ് ബാലൻസ് ഇല്ലാതാക്കാൻ നോക്കുന്നവരാണ്. ഞങ്ങളുടെ വിശ്വാസം ശരിയാണെന്നും ഞങ്ങളുടെ നിലപാട് ശരിയാണെന്നും കഴിഞ്ഞ 8 വർഷമുള്ള ചരിത്രം തെളിയിച്ചതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആദ്യം സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാനടക്കമുള്ള വിരലെണ്ണാവുന്ന ആൾക്കാരാണ് പോരാട്ടത്തിന് ഇറങ്ങിയത്. അന്ന് ഒരുപാട് മാധ്യമങ്ങൾ ഞങ്ങളെ പുച്ഛിച്ചിരുന്നു, ട്രോൾ ചെയ്തിരുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. ഇപ്പോഴത്തെ കാര്യം പറയൂ. സർക്കാർ ഇപ്പോ ഈ നിലപാടിലേക്ക് എത്തിയത് രാഹുലിനെ പോലെയുള്ളവർ സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യമല്ലേ? അവിടെ ഇപ്പോൾ അല്ല 100% സ്വാഗതം ചെയ്തുകൊണ്ടല്ലേ തുടങ്ങിയത്. കാര്യം ഞങ്ങൾക്ക് ഇത് ശബരിമല കർമ്മസമിതി പിന്നെ എന്തിനാണ് ഇത് ഇരട്ടത്താപ്പാണ് അംഗീകരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയതെന്നാണ്. അല്ല, ശബരിമല കർമ്മസമിതി RSSുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ അല്ലേ? ശബരിമല കർമ്മസമിതി അല്ല, ഞാൻ RSSകാരനല്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാനൊരു ഗാന്ധിയനാണ്. അല്ല അത് നിങ്ങൾക്ക് ഈ ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. ഞാൻ ഹിന്ദു വിശ്വാസിയാണ്, എന്നും ഗാന്ധിയുടെ പാതയിൽ പോകുന്നതാണ്. ഹിന്ദു വേറൊരു ലൈനാണ്. അവരെ ബഹുമാനക്കുറവൊന്നും, പക്ഷെ അവരോട് യോജിക്കാത്ത വ്യക്തി. മാഡം ഒരു നിലപാട് പറഞ്ഞോട്ടെ. അതുകൊണ്ട് സാധാരണ വിശ്വാസികൾ, അതായത് ഇതിൽ രാഷ്ട്രീയമില്ലാത്ത NSS അടക്കമുള്ള സംഘടനകൾ ആദ്യം മുതലേ എടുക്കുന്ന നിലപാട് ഞങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കണം. ഇനി രണ്ട്, ഇവിടെയാണ് CPMന്റെ കടകംപള്ളി സുരേന്ദ്രൻ, BJPയുടെ ശ്രീപത്മനാഭൻ ഇവർ പോലുള്ളവർ നല്ല രീതിയിൽ ഒരു നിലപാട് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി തെറ്റാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ്. നമുക്ക് ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ സുപ്രീം കോടതി അനുവാദം തരുന്നുണ്ട്, നമ്മുടെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ് തെറ്റാണ്, അതിന്റെ ലോജിക്ക് റോങ് ആണ്, അത് ഭരണഘടനപരമായ തെറ്റാണ്. ഒരു വരിയിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാം. രേണുജി, എല്ലാ വർഷവും ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വരുന്നത്. എന്റെ മുത്തശ്ശിയാണ് അവിടെ നിന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്തത്, എന്റെ അമ്മയാണ് 2ാമത് അറസ്റ്റ് ചെയ്തത്, പ്രയാർ സാറിനെയാണ് 3ാമത് അറസ്റ്റ് ചെയ്തത്, എന്നെയാണ് 4ാമത് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പകരം ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അതിന്റെ കാരണം അയ്യപ്പൻ ാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തെ പലവിധ അജണ്ടകൾക്ക് ചില ആൾക്കാർ മിസ്യൂസ് ചെയ്തു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള കളനായി ചില ആൾക്കാർ ഈ വിധിയെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പോലും പറഞ്ഞത് ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കയറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കണം. തമിഴ് ബ്രാഹ്മണനാണ്, ഹാർവേർഡ് പ്രൊഫസറാണ്, അറിയുന്ന വലതുപക്ഷവാദിയാണ്. പുള്ളി പറയുന്നത് എന്താ? ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് പോലും സ്ത്രീകളെ കയറ്റെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അയാളൊരു ക്രിസ്ത്യാനായിരുന്നില്ല, അയാളൊരു മതേതരവാദി ആയിരുന്നില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്. എനിക്ക് ഒരു വരിയിൽ പറഞ്ഞു തീർത്താം. ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാകാത്തതിന്റെ കാരണം അയ്യപ്പസ്വാമി അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇനി ഇപ്പൊ സംഭവിക്കുന്ന കാര്യം കൂടെ ശ്രീ പ്രശാന്ത് ഒരു വരി പറഞ്ഞു. മാഡം തീർത്തോട്ടെ, മാഡം ഒരുപാടായിട്ട് വെച്ചോട്ടെ. ഒരു വരിയും കൂടെ
ഒറ്റ വരി. ഇന്ന് 7 ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ആ 7 ചോദ്യങ്ങളിലൂടെ അയ്യപ്പസ്വാമി സംഭവിക്കാൻ പോകുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി വിഭാഗങ്ങൾക്ക് സംരക്ഷക കവമായി സ്വാമി അയ്യപ്പൻ പോവുകയാണ്. അതായത് ഒരു വിശ്വാസത്തിലേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റുന്ന രീതിയിൽ, നുഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ അയ്യപ്പസ്വാമി എല്ലാ വിശ്വാസങ്ങളുടെയും സംരക്ഷണ കവചമാകുകയും ആർട്ടിക്കിൾ 25 സംരക്ഷണമായി മാറാൻ പോകുന്ന മനോഹരമായ ഓരോ മലയാളിക്കും അഭിമാനം നൽകണം. കാര്യം നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഏറ്റവും വലിയ ചിഹ്നമാണ് അത്. ഇത് മുഴുവനുള്ള എല്ലാ വിശ്വാസവും സംരക്ഷിക്കുന്ന പാതയിൽ എത്തിയത് ഓരോ മലയ്ക്കും അഭിമാനം തരുന്നതാണ്. ഇപ്പോ രാഹുൽ ഇവിടെ ഇപ്പോ പറയുന്നത് ആചാര്യന്മാരുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നതാണ്. നമുക്കറിയാം സർക്കാർ അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അതിലേക്കുള്ള ഒരു നിലപാട് മാറ്റമാണ്, അല്ലെങ്കിൽ തിരിച്ചുപോക്കാണ് സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ തന്ത്രി കണ്ഠരര് രാജീവർ. അദ്ദേഹം സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങി. ഇന്ന് SIT അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ലെന്ന് 2 തവണ വിധിന്യായത്തിൽ എഴുതി വെച്ച കറിയാത്ത എന്താ? ജാമ്യാപേക്ഷയല്ലേ രാഹുൽ? ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോലും താങ്കൾ അനുവദിച്ചില്ലല്ലോ. അത് ജാമ്യാപേക്ഷയല്ലേ? ഇന്ന് SIT എന്താണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? താന്ത്രിക വൃത്തിക്ക് ചേരാത്ത തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നതിന്റെ രേഖ SITയുടെ കയ്യിലുണ്ടെന്നാണ്. അതിന്റെ രേഖ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കിട്ടിയെന്നതാണ്. അപ്പോ ഈ ഇത്തരം വ്യക്തികളുമായി ആലോചിച്ചാണോ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്? ആർക്ക് കിട്ടി? തന്ത്രിക്കെതിരെ അയോ ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോടതി എഴുതി വെച്ച കാര്യം താങ്കൾ എന്താ പരാമർശിക്കാത്തത്? അത് ജാമ്യാപേക്ഷയല്ലേ? കോടതി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. എനിക്കറിയില്ല രാഹുലെ, അത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ജാമ്യാപേക്ഷ താങ്കൾ ആ കോടതിയുടെ ഒബ്സർവേഷൻസ് നോക്കൂലേ? ജാമ്യാപേക്ഷയാണ് മനഃപൂർവ്വം. ഞാൻ എന്താ പറഞ്ഞു? അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞോ? അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? അദ്ദേഹം ഒരു പ്രതിയാണെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതിയാണല്ലോ. അതുകൊണ്ടെന്താ ശ്രീ പിണറായി വിജയൻ പ്രതിയല്ലേ ലാവ്ലിൻ കേസിൽ? പിണറായി വിജയൻ മോശക്കാരനാണെന്ന് പറയുന്നുണ്ടോ? ശ്രീ പിണറായി വിജയൻ ലാവ്ലിൻ കേസ് പ്രതിയല്ലേ? ഞാൻ എന്താണ് പറഞ്ഞത് രാഹുൽ? അദ്ദേഹം കേസിലെ പ്രതിയാണ്. അദ്ദേഹമാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് SIT പറഞ്ഞ കാര്യം എന്താണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് രാഹുൽ കേട്ടില്ലേ? ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് SIT പറഞ്ഞത് അദ്ദേഹം താന്ത്രിക ആചാര പ്രകാരമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അതിന്റെ തെളിവ് SITയുടെ കയ്യിലുണ്ട് എന്നതാണ്. എന്തറിയാം താന്ത്രിക കാര്യങ്ങളെ കുറിച്ച്? ഈ കേരള പോലീസ് സർക്കാർക്ക് എന്തറിയാം താന്ത്രിക ആചാരങ്ങളെ കുറിച്ച്? കള്ളം ചെയ്ത് CPM-ന് വീട്ടിൽ ചെയ്യുന്ന, CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന SI താന്ത്രിക ആചാരങ്ങളെ കുറിച്ച് എന്തറിയാം? കള്ളത്തരം ചെയ്തതിനും പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ SITയെ കുറിച്ച് പോകും. ഹൈക്കോടതി പറയുന്നില്ല. SIT എന്ന് പറയുന്ന CPM-ന് വേണ്ടി രാഷ്ട്രീയം നടത്തുന്ന ഈ SIT എന്ന് പറയുന്ന ആചാരങ്ങളെ കുറിച്ച് എന്തറിയാം? ഇവരെല്ലാവരും പല തന്ത്രി അയ്യപ്പന്റെ അനുജ്ഞ എന്ന് പറഞ്ഞത് അയ്യപ്പനവർക്ക് മൊഴി കൊടുത്തോ? ഞാൻ ഇവരെ തന്ത്രിയോട് പറഞ്ഞില്ല എന്ന്. കള്ളത്തരം ചെയ്ത് 40 ദിവസം നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിൽ പിടിച്ചെടുത്തതിന് ശേഷം ഞാൻ പറയുകയാണോ? കള്ളം ചെയ്ത് CPM-ന് വേണ്ടി പൊളിറ്റിക്കൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന ST പോലൊരു സംവിധാനം PT എന്നാണ് വിളിക്കേണ്ടത്. പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് വിളിക്കേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ SI പോലെ പൊളിറ്റിക്കലി പറയുന്നില്ല. അതിന്റെ പിന്നിൽ ഹൈക്കോടതി കൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ശബരിമല വിവാസത്തിന്റെ കാര്യത്തിൽ തന്ത്രിയാണ് വാക്ക്. തന്ത്രിയുടെ ഹാൻഡ് ക്ലിയർ ആണ്. യുവതി പ്രകടനം നടക്കില്ല. കാര്യം അയ്യപ്പന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ സംരക്ഷിക്കാൻ വിശ്വാസികളായ ഞങ്ങൾ അറ്റം വരെയും പോകും. ഇത് ജയിക്കുന്ന ഇപ്പം പറയുന്നതല്ല. രേണു ഓർമ്മ കാണും, 2018 ഞങ്ങളുടെ നെഞ്ച ചവിട്ടി യുവതികൾ കയറുമെന്ന്. അത് യാതൊരു മാറ്റവുമില്ല. ശബരിമലയിൽ യുവതികൾ കയറാൻ പോകുന്നില്ല. തന്ത്രിയുടേതാണ് അവസാന വാക്കെന്ന് പറയുമ്പോൾ ആ താന്ത്രിക വിധി പ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നാണ് SIT ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധനയിൽ ഒരു തന്ത്രി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നു എന്നതാണ് ഇന്ന് കോടതിയിൽ SIT പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാനത് സൂചിപ്പിക്കുന്നുള്ളൂ. എന്തായാലും അത് SIT സൂചിപ്പിച്ച കാര്യമാണ്. SITയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നു. ഞാനത് സൂചിപ്പിച്ചു. ശരി രാഹുൽ, ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയമായി എല്ലാ കോണുകളിൽ നിന്നും ആക്രമിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ് ഇതിൽ എടുക്കുന്ന നിലപാട് എന്നത്. അവിടെ വളരെ തന്ത്രപരമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണോ ശ്രീ M ജയചന്ദ്രൻ മനസ്സിലാക്കേണ്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വലിയ രീതിയിൽ സുവർണാവസരമാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നു പരസ്യമായി യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപനം, എതിർക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ തന്ത്രപരമായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്?
ഇത് ഈ കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പോ ഇലക്ഷൻ പ്രമാണിച്ച് യു ടേൺ അടിക്കുന്നു സർക്കാർ എന്നുള്ളതാണല്ലോ മുഖ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.